അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പർ ലിപ്പ് ഷേവിംഗ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ അപ്പർ ലിപ്പ് ഷേവിങ് എല്ലാവർക്കും, എനിക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് ഒരുമാതിരി, അപ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആണ്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ നയിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. ഇത് തന്നെയായിരുന്നു ഈ റേസറ്. ഇതുപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഷേവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്തായിരുന്നു. സോ എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ആദ്യം തന്നെ ഞാൻ ഫേസ് ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്രീമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. നോർമലി നമുക്ക് ഷേവിങ് ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻചാൻറ്ററിൻ്റെ സാറ്റിൻ സ്മൂത്ത് മോയ്സ്ചറൈസറാണ്. സോ അത് ഞാൻ എൻ്റെ അപ്പർ ലിപ്പിലോട്ട് അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കുറച്ച് നല്ലതായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട് ഇപ്രാവശ്യം. സോ ഇതാണ് എൻ്റെ ഹെയർ. ഒരു 3 weeks, 2 to 3 weeks ആയി. സോ എൻ്റെ അപ്പർ ലിപ്പ് ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഹെയർ കാണുമ്പോൾ അറിയാം, ഇത്രയുമാണ് ഹെയർ
അതിനകത്ത് വേസ്റ്റ് ഹെയർ വന്നേക്കുന്ന എൻ്റെ അപ്പർ ലിപ്പ് ഹെയറാണിത് റിമൂവ് ചെയ്തപ്പം കിട്ടിയത്. സോ നന്നായിട്ട് പോയി. ശരിക്കും ഷേവിങ് നല്ലതാണ്. ഇനിയും ഇതാ കംപ്ലീറ്റ് നമ്മൾ ത്രെഡെല്ലാം വാക്സ് ചെയ്യുന്ന കൂട്ട് എനിക്ക് ഫുള്ള് ഹെയർ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ ഒരു കോട്ടൺ പാഡ് എടുക്കുക. കോട്ടൺ പാഡിലോട്ട് നമ്മുടെ ഈ റോസ് വാട്ടർ, ഞാൻ ഡാബുവിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പർ ലിപ്പ് ചെയ്ത പോർഷനിൽ ജസ്റ്റ് ഫുള്ള് ക്ലീൻ ചെയ്യുക. ഒരു ടോണറാണ് കേട്ടോ. സോ വേറെ ഏത് ടോണറാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ റോസ് വാട്ടറാണ് എനിക്ക് നോർമലി ഇഷ്ടമായിട്ടുള്ളത്. സോ റോസ് വാട്ടർ എടുത്ത് അത്രയും ഭാഗം അപ്പർ ലിപ്പും ഞാൻ താടി ചെറുതായി ചെയ്തു, അവിടെയും കൂടെ ഞാനിങ്ങനെ ടോൺ ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോഡി ലോഷൻ നല്ല മോയ്സ്ചറൈസർ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് ലിപ്പ് ചെയ്ത ഭാഷയിൽ മോയ്സ്ചറൈസർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ അത്രയുള്ള കാര്യം. ശരിക്കും എൻ്റെ നേരത്തെ ഹെയർ ഫുള്ള് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ക്ലീൻ വരെ ആയി. സോ നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കൊക്കെ ഈ റേസർ ഉപയോഗിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും വരാറില്ല. എനിക്കിതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ സൈഡ് എഫക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. സോ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ റാഷസോ ചിലർക്ക് അങ്ങനെ പിമ്പിൾസൊക്കെ വരുവാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂസ് ചെയ്യുമ്പം നന്നായിട്ട്, കാരണം കട്ടും കാര്യങ്ങളൊക്കെ വരാൻ നല്ല ചാൻസാണ്. സോ ആ ഒരു ഡയറക്ഷൻ കാണിച്ച രീതിയിൽ മാത്രം താഴോട്ട് ചെയ്യുക. അതും സമയം എടുത്ത് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ പുതിയ കണ്ടന്റുമായി കാണുന്നത് വരെ ബൈ.